ഹലോ പാത്തു സംറോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം സ്കൂൾക്ക് പോവാണ്. എല്ലാവരും 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് കാണുമ്പോൾ ഞാൻ പക്ഷേ 4 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. 4 മാസത്തെ വെക്കേഷൻ അല്ല, ഞാൻ സൗദിയിലായതുകൊണ്ട്. അപ്പോൾ നമ്മളിതാ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ബസ് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വേറെ ബസ്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ബസ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് സംഭവം സ്കൂൾക്ക് പോകാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. കാരണം 4 മാസം പുരയിലിരിക്കേനു, എന്നിട്ട് സ്കൂൾക്ക് പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലോണം ഉണ്ട്. അങ്ങനെ നമ്മളിതാ സ്കൂളിലെത്തി, ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ കണ്ടത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അൻഷനായിരുന്നു. ഇതാണ് അൻഷ. ആദ്യം തന്നെ അൻഷനെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു. അൻഷ ഞാൻ ഒരേ ക്ലാസ്സിലില്ല, അൻഷ എൻ്റെ ജൂനിയറാണ്. കിച്ചു ആദ്യം ഒരു ഡിവിഷനിൽ നിന്ന് വേറൊരു ഡിവിഷനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ വിചാരം ഇവനക്ക് ഫ്രണ്ട്സൊന്നും ഇല്ല, അങ്ങനെ ഒരു ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എല്ലാവരെയും കണ്ടപ്പോൾ അവനക്ക് സമാധാനമായി. കിച്ചും തന്നെ ഓൻ്റെ ഫ്രണ്ട്സിനെ 4 മാസത്തിന് ശേഷം തന്നെയാണ് കാണുന്നത്. അതിൻ്റെ സന്തോഷം എനിക്കും കിച്ചുവിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ബസ് മാറിയതുകൊണ്ട് തന്നെ സൗജത്താൻ്റെ അടുത്തൊക്കെ പോയിട്ട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച്. ഇപ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പെഷ്യലായിരുന്നു. ഈ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ടോ നമ്മളുടെ ഡ്രൈവർ മാമൻ്റെ പേര് കുഞ്ഞോമുദ്ക്ക എന്നാണ്. നമ്മൾ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഗ്രീൻ കളർ സാരി ഡ്രസ് കോഡ് ആക്കിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. മാനേജ്മെൻറ്റും ടീച്ചേഴ്സൊക്കെ വേറെ ലൈനായിട്ടായിരുന്നു നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ. പക്ഷേ എനിക്കിത് പ്രത്യേകിച്ച് ഒരു മെറ്റ് ഗാല റെഡ് കാർപ്പറ്റ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ തന്നെ വളരെ സ്പെഷ്യലായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഫ്രഷേഴ്സ് ഡേ വരുന്നത് ജൂൺ 12-നാണ്. അന്നാണ് നമ്മളുടെ LKG പിന്നെ സെഹ്റ ടീംസൊക്കെ വരുന്നത്. നമ്മൾ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോകാമെന്ന് വെച്ചിട്ട് ബാക്കോട്ട് നിൽക്കുകയാണ്. അതിലൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 9th ഗുയിസ്, ഞാൻ സീനിയറാണ് ഇപ്പോൾ. അതിൻ്റെ അഹങ്കാരം എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും നല്ലതായിട്ടുണ്ട്. ഇനി മുതൽ സീനിയറിസം തുടങ്ങുകയാണ്. നമ്മൾ ക്ലാസ് ബേസിലൊന്നല്ല ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നത്, ഒക്കെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഈ ഫസ്റ്റിൽ നിൽക്കുന്നതാണ് നമ്മളെ മാനേജർ ശശീന്ദ്രൻ സാറ്. പിന്നെ ബാക്കിലുള്ളത് നമ്മുടെ പ്രിൻസിപ്പളാണ്. എപ്പോഴും പറയണതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും. കഴിഞ്ഞ വർഷം നമ്മളെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ പ്രിൻസിപ്പളായിരുന്നു നമ്മളവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു അക്കാദമിക് ഇയറിൽ നൂറാൻ സാർ വീണ്ടും വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ വിറ്റുണ്ടായി. ഞങ്ങളെല്ലാവരും നന്നായിട്ട് വെൽക്കം ചെയ്ത് ഞങ്ങളിങ്ങനെ കൊണ്ടിരിക്കുമ്പോഴാണ് ഹിബ കയറി വരുന്നത്. ഓള് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വരിക. അമ്ന ദാ ഈ ക്ലിപ്പ് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്നൻ്റെ ഈ വാക്കുകൾ മാനിച്ച് ഞാൻ ദാ ഈ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. ഈ സമയത്തൊന്നും ഞാനെന്താ ഈ വ്ളോഗിൽ പെടാത്തതെന്ന് വെച്ചാൽ വെക്കേഷനായിട്ട് കുറേ അധികം സീക്രട്സൊക്കെ ഒരിടത്ത് പറയേണ്ട, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആയിരുന്നു ഞാൻ വ്ളോഗിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും നേരിട്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ എല്ലായിടത്തും ചാറ്റ് ചെയ്യലൊക്കെ ഉണ്ട്. ഓരോ ബസ് വന്ന ആ ഒരു ടൈമിലാണ് സ്റ്റുഡൻസിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും ഓരോ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സ്റ്റുഡൻസിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ നമ്മളെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹിജാബ് ഇട്ടതാണ് ജംഷിദ മാം, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതാണ് ജോജി മാം, കിച്ചുവിൻ്റെ ക്ലാസ് ടീച്ചർ. ടീച്ചേഴ്സ് എന്ന് പറയുന്നതിന് ഉപരി ഞങ്ങളെ ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അത്. പിന്നെ ഇതാണ് നമ്മളെ റമീസ മാം. റമീസ മാം നമ്മളോട് നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാവരും ക്ലാസ് തരണേൻ്റെ ഒരു തിരക്കിലായിരുന്നു, ഞാനും ആ തിരക്കിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ ഷാമിൽ സാർ. നമ്മളും ഷാമിൽ സാറിനോട് ക്ലാസ് തിരഞ്ഞെടുക്കേനു. ഷാമിൽ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ക്ലാസ് ടീച്ചർ ഷാമിൽ സാറാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും തുള്ളിച്ചാടുന്നു. കാരണം ഞങ്ങൾക്ക് അത്രയും കംഫർട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാറാണ് നമ്മളെ ഷാമിൽ സാറ്. നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ പൊക്കി പറയണത്. അഥവായിട്ട് ഷാമിൽ സാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നാളെ നല്ല രീതിയിൽ ക്ലാസ്സിൽ ഇരിക്കാലോ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ അന്വേഷിച്ചതിന് ശേഷം നമ്മൾ അസംബ്ലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷത്തെ ആദ്യത്തെ അസംബ്ലിയാണിത്. ഇപ്രാവശ്യം എല്ലാവരും അസംബ്ലിക്ക് അങ്ങനെ ഭയങ്കര ഓർഡറായിട്ടൊന്നല്ല നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും കൺഫ്യൂഷനായിരുന്നു. ഞാൻ തന്നെ 5th സ്റ്റാൻഡേർഡിൻ്റെ ബാക്കിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ നൂറാനി സാറ് സ്പീച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Today you are very excited to come here to engage with your friends, to meet your teachers, to be again in your classrooms. അപ്പോൾ ഇതാണ് നമ്മളുടെ ന്യൂ വൈസ് പ്രിൻസിപ്പൽ ജാബിർ സാർ. ഇത് നമ്മളെ പുതിയ സെക്യൂരിറ്റിയാണ്, ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഇനി നമ്മളെ അമ്ന ആൻഡ് ടീമിൻ്റെ സംഘഗാനമാണ്. അവരാരംഭിച്ചു, നിങ്ങൾ അനുഭവിച്ചാലും.
കളിമേളങ്ങൾ വർണ്ണം വിതറിയ അവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. മുസത്തി വിടർന്ന മിഴിക്കോളുകളിൽ പിന്നെ നമ്മളെ സ്കൂളിൽ ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷനും കൂടി ഈ അസംബ്ലിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ലിഫ്റ്റ് വെച്ചത് നല്ലൊരു ഉപകാരമാണ്. കാരണം നമ്മൾ 3rd ഫ്ലോറിലൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വന്നപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ ഫസ്റ്റ് ഡേൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ പാത്തൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.